രണ്ടാഴ്ച കൊണ്ട് ഒറ്റയടിക്ക് ഒരു 2500 ഫോളോവേഴ്സ് എൻ്റെ ചാനലിൽ കൂടിയിട്ടുണ്ടായിരുന്നു. ചെറിയ ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഗ്രോത്ത് തന്നെയാണ്. അതുപോലെ തന്നെ വ്യൂസും എൻ്റെ വീഡിയോസിന് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ്? എന്ത് ട്രിക്കാണ് ഞാൻ യൂസ് ചെയ്തത്? എങ്ങനെയാണ് എനിക്ക് അത്രയും ചേഞ്ച് എൻ്റെ ചാനലിൽ ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. എൻ്റെ 2 ആഴ്ച മുന്നേയുള്ള വൈറ്റി സ്റ്റുഡിയോ അനലിറ്റിക്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതിലൊരു 3700 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിന് താഴെയുള്ള ഷോർട്സ് വ്യൂസും നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. വലിയ വ്യൂസോ കാര്യങ്ങളോ ഒരു 100ൽ എബോവ് ഒന്നും ആ ഒരു ഇടയ്ക്കൊന്നും വന്നിട്ടില്ല. അല്ലാതെ എനിക്ക് കൂടുതൽ വ്യൂസ് വന്നതെന്ന് വെച്ചാൽ ഞാൻ ക്രാഫ്റ്റ് വീഡിയോ ചെയ്തപ്പോഴാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും വന്നത് ഞാൻ ഈയിടെയായിട്ട് കുറച്ച് ട്രെൻഡ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ വീഡിയോസിൽ നിന്നാണ് എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വ്യൂസും വന്നിട്ടുള്ളത്. 2 ആഴ്ച മുന്നത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഉള്ള എൻ്റെ യൂട്യൂബ് അനലിറ്റിക്സിൻ്റെ ഫ്രണ്ട് പേജാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഏകദേശം ഒരു 7500 എബോവ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നല്ല രീതിയിൽ എനിക്ക് വ്യൂസും കൂടിയിട്ടുണ്ട്. അതായത് ChatGPT അതുപോലെ തന്നെ ജെമിനി, മെറ്റ ഇതൊക്കെ യൂസ് ചെയ്ത് കുറേ ഫോട്ടോസ് വെച്ചിട്ട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതേ ട്രെൻഡ് തന്നെ ഫോളോ ചെയ്തു. പക്ഷേ നമുക്ക് ഈ ട്രെൻഡ് ഓഫ് കോഴ്സ് ഫോളോ ചെയ്യാം. ഇനീഷ്യലായിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ ട്രെൻഡ് ഫോളോ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ആ ട്രെൻഡ് ആ ഒരു ഫ്ലോയിൽ തന്നെ കൊണ്ടുപോകാതെ അതിനകത്തേക്ക് നമ്മുടെ ഒരു ഐഡിയയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി നോക്കുക. ട്രെൻഡ് അതുപോലെ തന്നെ പൊക്കോട്ടെ. പക്ഷേ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മുടെ ഐഡിയാസൂടെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരേ 1 2 വീഡിയോസ് അതുകൊണ്ട് നിർത്താതെ അല്ലെങ്കിൽ ഒരേ പാറ്റേൺ ഫോളോ ചെയ്യാതെ ഞാനിപ്പോൾ ഫസ്റ്റ് അങ്ങനെ ഒരു നിങ്ങൾക്ക് എൻ്റെ ഷോർട്സ് വീഡിയോസിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട്. ഇതുപോലെ തന്നെ ഒരു പ്രിൻസസിൻ്റെ ഫോട്ടോ ആക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട്. അപ്പോൾ പിന്നെയും അതേ തന്നെ ഞാൻ ഫോളോ ചെയ്യാതെ എല്ലാവരും ഫോളോ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാതെ ഇപ്പോൾ ഓണമല്ലേ വരുന്നത്. അപ്പോൾ ഓണവുമായിട്ട് ബേസ് ചെയ്ത് ഇതേ കണ്ടന്റ് ഇതേ ഐഡിയ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. വോയിസ് ഓവർ കൊടുത്തു. അതിനായിട്ട് ഒരേ മെത്തേഡ് കോപ്പി പേസ്റ്റ് ചെയ്യാതെ നമ്മുടേതായ ക്രിയേറ്റിവിറ്റിയും കൂടെ ഇട്ടിട്ട് അതിന് സെപ്പറേറ്റ് സ്ക്രിപ്റ്റ് എഴുതി നമ്മൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ട്രെൻഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കൂടെ എക്സ്ട്രാ വരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ കുറേ പേര് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പറഞ്ഞു ആവർത്തന വിരസത ഉണ്ടാവുന്നു, നിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. ഇനിയിപ്പോൾ എന്ത് വേണം, നിർത്തണോ വേണ്ടായോ എന്ന് വെച്ചാൽ AI ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ChatGPT ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ എന്നോട് കമൻറ്റിൽ പറഞ്ഞ ആൾക്കാരോട് തന്നെ ഇനിയും വീഡിയോസ് ഇടുന്നില്ലേ എന്ന് ചോദിച്ചാൽ കുറേ കൂട്ടുകാരുണ്ട്. അവരോട് തന്നെ ഞാൻ ചോദിച്ചു വീഡിയോസ് ഇടണോ, എല്ലാവരും ആവർത്തന വിരസതയെന്ന് പറയുന്നു, ചിലരൊക്കെ ബോറാണെന്ന് പറയുന്നു. അപ്പോൾ കമൻറ്റിൽ ചോദിച്ചപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു. ഇതുപോലെ വീഡിയോസൊക്കെ ഒരുപാട് ഇടണമെങ്കിൽ നല്ല രസമുണ്ട് ചിരിക്കാൻ. ഞങ്ങൾ ഒരുപാട് ചിരിച്ചു, ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പം കാണാൻ നല്ല വീഡിയോസാണ്, ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് കമൻസും ഉണ്ടാവാം, നെഗറ്റീവ് കമൻസും ഉണ്ടാവാം. അപ്പോൾ അത് നോക്കിയിരിക്കാതെ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് എന്താണോ അല്ലെങ്കിൽ നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന കാര്യം എന്താണോ അതിൽ മാത്രം ഫോക്കസ് കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കോൺഫിഡൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻറ്റും ഒക്കെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചെറിയ കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോസിന് 200K വ്യൂസ് വരുന്നതും അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഒരു 2500 സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും ഒക്കെ വലിയ കാര്യം തന്നെയാണ്. ഇതുപോലെ എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ടിപ്സ് എനിക്ക് അറിയാവുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.